രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിങ്ങൾ സ്വീകരിച്ച വഴികളും മാർഗങ്ങളുമെല്ലാം തെറ്റായിരുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ അടുത്ത സമയത്ത് തന്നെ ഒരു ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാർ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനെത്തിയ റിനി ആൻഡ് ജോർജിനെ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് കൂവി ഓടിക്കുന്ന ഒരു വിഷ്വൽ കുറച്ചു മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ റിനി ആൻഡ് ജോർജ് ഒരു നടിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ അല്ലെങ്കിൽ ഇവരുടെ അഭിനയമൊന്നും എങ്ങും കണ്ടിട്ടില്ലടേ. ഉള്ള കാര്യം പറയാലോ, ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ കത്തിക്കയറ്റമാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ റിനി ആൻഡ് ജോർജ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ നാട്ടുകാർ കൂവി തോപ്പിച്ചത് സത്യം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള കയ്യടിയായിരുന്നു ചേച്ചി. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നാട്ടുകാർ കൂവിയപ്പോൾ എന്തോ വലിയ കാര്യം ഞാൻ നേടി എന്നുള്ളൊരു മട്ടിൽ ചിരിച്ചോണ്ട് പോകുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഇതൊന്ന് പറയണമെന്ന് തോന്നിയേ തുടക്കത്തിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. കടക്ക് പുറത്ത് എന്ന ഡയലോഗ് ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ നിങ്ങളുടെ അഭിപ്രായം. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളെല്ലാവരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് വേറൊന്നും കൊണ്ടല്ല, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അധികം ആളുകളിലേക്ക് എത്തിക്കുന്നില്ല. നിങ്ങളൊക്കെ തന്നെയാണ് കാരണം. ഒന്ന് എത്തിക്കുകയും നിങ്ങളൊന്ന് ഹൈപ്പിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യും. നമ്മൾ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, രേണു സുധി ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഈ സോഷ്യൽ മീഡിയയിലെ കുറച്ച് അപരാധങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ തന്നെ ഇതും കൂടെയൊക്കെ ഒന്ന് എത്തിക്കുക. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെയൊക്കെ നമുക്കിവിടെ ഒന്ന് ചർച്ച ചെയ്യാം. കുറച്ചായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മാത്രമേ ഒരു റീച്ച് ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചാലേ റീച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ടൊരു ഹൈപ്പൊക്കെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വി.ഡി. സതീശൻ സാറ് ഒന്ന് കരുതിയിരിക്കുക. ഇനി എന്നായിരിക്കും നമ്മുടെ റിനി ആൻഡ് ജോർജ് സാറിനെതിരെ ഒരു പോസ്റ്റും കൊണ്ട് രംഗത്ത് വരിക എന്ന് പറയാൻ പറ്റില്ല. ഐറ്റം അങ്ങനെയാണ്. നിലപാടിന്റെ രാജകുമാരിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇന്നൊന്ന് പറയും, നാളെ മാറ്റി പറയും, മറ്റന്നാ വേറെ എന്തോ പറയും. അതാണ് റിനി ആൻഡ് ജോർജ്. മനസ്സിലായില്ലേ? റിനിയുടെ ഒരു വീഡിയോ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട്. പ്രത്യേകിച്ച് ജൂൺ 15 തൊട്ട് എന്തോ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ് യാത്ര എന്നൊക്കെ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സ്ത്രീകൾ എന്താ ഇവിടെ ഒന്നിനും കൊള്ളാത്തവരാണോ? അവർക്ക് മാത്രം എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അവരെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ? പണിയെടുത്ത് കാശുണ്ടാക്കി ബസ്സിൽ പോകാൻ പറ്റത്തില്ലേ അവർക്ക്? അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. അതുപോലെ തന്നെ പുരുഷന്മാർ ഉണ്ടടേ ഇവിടെ. പിള്ളേരുണ്ട്, 10-22 വയസ്സുള്ള പിള്ളേർ, ജോലിക്ക് പോകാൻ കഷ്ടപ്പെടുന്നവർ, ഒരു ഇന്റർവ്യൂവിന് പോകാൻ ബസ്സിൽ കയറാൻ കൂട്ടുകാരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ മേടിച്ച് അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ആവശ്യമാണ് ഒരു ഫ്രീ ബസ് യാത്ര. അവരെയും കൂടെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. പറയാം, നമുക്ക് കാര്യത്തിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. റിനി ആൻഡ് ജോർജ്. പോയി കാണാനില്ല, എവിടോട്ടോ കയറിപ്പോയി. റിനി ആൻഡ് ജോർജ് നാട്ടുകാർക്ക് ബോധമുണ്ട് കേട്ടാ. കൂവി തോപ്പിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഇറങ്ങിയ. നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയെന്ന് നാട്ടുകാരെല്ലാവരും കണ്ടതാ. അപ്പോൾ ഒരു കോൺഗ്രസിന്റെ പരിപാടിയിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കാണും. വെറുതെ വിടത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പലതവണ പറഞ്ഞ പല കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഒരു ബന്ധവുമില്ലാതെ പറഞ്ഞ പല കാര്യങ്ങൾ. നാട്ടുകാരെ വീണ്ടും ഞാൻ പറയുക, പൊട്ടന്മാരല്ല. അതുകൊണ്ട് ഇതുപോലെ കിട്ടും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. മനസ്സിലായോ? പിന്നെ തൊലിക്കട്ടി ഞാൻ സമ്മതിച്ചു കേട്ടാ. എങ്ങനെ പറ്റുന്നു? അത്രയും കൂല് കേട്ടപ്പോഴും ചിരിച്ചോണ്ട് പോവുക. എങ്ങനെ പറ്റുന്നു ഇതൊക്കെ? ഇതൊന്നും എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. റിനി ആൻഡ് ജോർജ്, അതിന് നിങ്ങൾക്ക് ഞാൻ ഒരു കയ്യടി തരും.
പക്ഷെ അധികം വൈകാതെ വി ഡി സതീഷിനെതിരെ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്നിച്ചു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എന്തൊക്കെയോ പരിപാടികളൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. കാണിച്ചു തരാവേ പ്രിയപ്പെട്ടവരെ ഞാനത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇനി മാറ്റി എഴുതുവോ, വേറെ വല്ലതൊക്കെ എഴുതുവോ? പുള്ളി എന്നെ പണ്ട് അവിടെ ഇട്ട് മറ്റേ പറയുവോ? അല്ല, നിങ്ങളായതുകൊണ്ടൊരു സംശയം. ഇനി ശ്രീനാദേവി കുഞ്ഞമ്മ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ UDF-നെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിങ്ങൾ സ്വീകരിച്ച വഴികളും മാർഗങ്ങളും എല്ലാം തെറ്റായിരുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ അടുത്ത സമയത്ത് തന്നെ, ഒരു ഓഗസ്റ്റ് ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷയത്തിന് ഡിസംബറിലും നെക്സ്റ്റ് ഏപ്രിലുമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എടുത്ത നിലപാടുകളുടെ തെറ്റെത്രത്തോളം വലുതായിരുന്നു എന്ന് ഇടതുപക്ഷം ബോധ്യപ്പെടും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പലരുടെയും ഒരു എന്താണ് ഒരു എന്താ നോട്ട പുള്ളിയായിരുന്നു. മീൻസ് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികളുടെ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്ടിയിൽ തന്നെ പലർക്കും, എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, പലർക്കും ഒരു കണ്ണുകടിയായിരുന്നു. കാരണം നല്ലൊരു നേതാവ്, പാലക്കാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആൾ, അയാളുടെ പേഴ്സണൽ ലൈഫ് എനിക്കറിയില്ല, വോട്ടവോ അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ എന്തും ആയിക്കോട്ടെ, സമൂഹത്തിലേക്ക് ഇറങ്ങിയ അയാൾ വൃത്തികേടുകൾ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നല്ലതേ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അയാൾ, മനസ്സിലായില്ലേ? നല്ലതേ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും പാലക്കാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആഘോഷിക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ ഒരു വ്യക്തി കോൺഗ്രസിൽ നിൽക്കുമ്പോൾ വേറെ ആരെക്കാട്ടിലും ഇന്ന് ഈ സത്യപ്രതിജ്ഞ നടന്നപ്പോൾ ഒരു മന്ത്രിസ്ഥാനം ആ വ്യക്തിക്ക് അല്ലേ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പല്ലേ നിങ്ങൾക്ക്? എനിക്ക് ഉറപ്പുണ്ടേ, കൊണ്ടുപോയനെ, കൊടുത്തേ പറ്റുള്ളൂ. അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരു വ്യക്തിയെ വലിച്ചങ്ങോട്ട് താഴത്തേക്ക് ഇട്ടു. കാണും, പുള്ളിയുടെ കയ്യിൽ മിസ്റ്റേക്കുകൾ കാണും. നല്ലവനായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഈ ലോകത്തുണ്ടോ എനിക്കറിയത്തില്ല. അങ്ങനെ ഉള്ളവന്മാരെയാണ് നമ്മൾ ആദ്യമേ സൂക്ഷിക്കേണ്ടത്. പിടികിട്ടിയോ? അങ്ങനെ ഉള്ളവന്മാരെ ഒന്ന് കരുതി വെച്ചോണം. അവന്മാരായിരിക്കും ഏറ്റവും വലിയ കൃമി കീടങ്ങൾ. സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയുക, അനുഭവത്തിൽ നിന്ന് പറയുക. ഏറ്റവും നല്ല രീതിയിൽ നല്ല മാന്യനായിട്ട് നിൽക്കുന്നവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അവന്മാരായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാർ. നമുക്ക് ഒരു രീതിയിൽ നമ്മൾ അവൻ തെറ്റാണെന്ന് നമ്മൾ വിശ്വസിക്കില്ല, പക്ഷെ ഒരു ദിവസം കാലം തെളിയിച്ചു വരും നമുക്ക് അവനൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന്. അല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി നമുക്ക് വേറൊരു കാര്യം, ഇത് നിങ്ങൾ കേൾക്കുക. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ മുക്കിക്കളയാൻ ശ്രമിച്ച പല കാര്യങ്ങളും കുത്തുന്നുണ്ട് ഇപ്പുറത്തിരുന്ന്. വി ഡി സതീശൻ ചേട്ടൻ കയറി തുടങ്ങിയപ്പോഴേ മനസ്സിലായില്ലേ? പുനരന്വേഷണം വരട്ടെ, ഗൺമാന്മാരെ പൊക്കട്ടെ. അല്ല, മറ്റേ മേളാളൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്ത് തോന്നിവാസവും ആകാമെന്ന് ഇവിടെ കുറേ ആളുകൾക്കുണ്ടായിരുന്നു. എല്ലാം ഇപ്പം തീരും, മനസ്സിലായോ? എല്ലാം ഇപ്പം തീർന്നു കിട്ടും, തീരണം. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതും കൂടെ നിങ്ങളൊന്ന് കേൾക്ക്. എന്നിട്ട് ബാക്കി റിനിയാൻ ജോർജിലേക്ക് പോകാമേ. ഇതും കൂടി ഒന്ന് കേട്ടിട്ട് പോകണം. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും.
KSRTC-യിലേക്ക് വരുന്ന ജനങ്ങൾ, യാത്രക്കാർ, സ്ത്രീകളായ യാത്രക്കാർ എത്രത്തോളം പ്രതീക്ഷയോടുകൂടി ഈ പ്രഖ്യാപനത്തെ ഉറ്റുനോക്കുന്നു എന്ന് നോക്കാം. എങ്കിൽ സന്തോഷമല്ലേ ഇതുപോലെ വന്ന് കാത്ത്. പിന്നെ ഒരു കാര്യം, അപ്പോൾ ബസ് കാണൂല. മണിക്കൂറിൽ ഒരു ബസ്സെങ്കിലും കാണുമോ? ഫാസ്റ്റിനും കൂടെ ആക്കണം, ഓർഡിനറി ആയിട്ട് ഒതുക്കരുത്, എങ്കിലേ നമുക്ക് ഉപയോഗമുള്ളൂ. എവിടം വരെ യാത്ര ചെയ്യാ? പറയും ജൂൺ 15 എന്തായാലും സൗജന്യമായിരിക്കും എന്ന് പറഞ്ഞു. ശരി ശരി, ഓക്കെ. ആ ചോദ്യം പ്രസക്തമാണ്, അമ്മ ചോദിച്ചത്. അതെന്തായാലും എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാം. പിന്നെ പകുതി ആൾക്കാർ കൊടുത്തിട്ട് പകുതി ആൾക്കാർ റോഡിൽ നിർത്താൻ പറ്റും. കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കണം. നല്ല കാര്യമല്ലേ മോനെ അവര് പറഞ്ഞത്. പ്രതീക്ഷയാണപ്പോ. പ്രതീക്ഷ എല്ലാരും എന്തെല്ലാം പ്രതീക്ഷിച്ചിരിക്കാന്നറിയാം. നല്ല കാര്യമാണ്. പിന്നെ KSRTC മൊത്തത്തിൽ നഷ്ടത്തിലാവാതിരുന്നാ മതി. KSRTC വേണ്ടേ? അത് ഓടണ്ടേ? ഓടുകയല്ലേ വെച്ച് എടുക്കാൻ അതൊക്കെ നിന്ന് പോകും. അത് കൂടി വന്ന ഒരു മാസം അതിൽ കൂടുതൽ ഓടുകളെ കണ്ടറിയാം, അത്രേ എനിക്കും പറയാനുള്ളൂ. കൊള്ളാം, പരിപാടി കൊള്ളാം. 1-2 മാസം ഓടും, പിടികിട്ടിയോ? അത് കഴിയുമ്പോൾ ഇതെങ്ങനെ ഓടും? നഷ്ടത്തിലായി പോകത്തില്ല KSRTC. അല്ല, പിന്നെ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ആ സ്റ്റെപ്പ് എനിക്കതിനോട് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കൊടുക്കാം, സൗജന്യ യാത്ര കൊടുക്കാം. ഒരു 50 വയസ്സിന് മേപ്പോട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ 60 വയസ്സിന് മേപ്പോട്ടുള്ളവർക്ക് സൗജന്യ യാത്ര കൊടുക്കൂ. പുരുഷൻ സ്ത്രീ ആ ഒരു ഭേദവ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഒരു 60 വയസ്സിന് മേപ്പോട്ടുള്ളവർക്ക് സൗജന്യ യാത്ര കൊടുക്കൂ. അത് വർക്കൗട്ട് ആവും കേരളത്തിൽ. അതല്ലാതെ ഈ സ്ത്രീകൾക്ക് മാത്രമല്ല, ഇതിന് മാത്രം എന്താ ഇത്ര? ആ ഒരു പരിപാടിയാണ് മാറേണ്ടത്. ഈ ഒരു സർക്കാരിൽ നിന്നെങ്കിലും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ നിയമത്തിലുള്ള കുറേ പോരായ്മകളുണ്ട്. അതിനെ ഒന്ന് റെഡിയാക്കാൻ ഈ സർക്കാരെങ്കിലും മുന്നിട്ടിറങ്ങണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. എല്ലാത്തിനും ഈ സ്ത്രീകളെ എടുത്തങ്ങോട്ട് എന്തിൻ്റെ കാര്യം? അതുകൊണ്ടാണ് ഇവിടെ പല ആണുങ്ങളുടെയും ജീവിതം തകർന്നു പോകുന്നത്. അത് എന്നെങ്കിലും ഇവിടുത്തെ ഭരണകൂടം ഒന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ കോടതികൾ മനസ്സിലാക്കണം. നിയമമൊക്കെ എല്ലാവർക്കും ഒരേപോലെ മതിയടെ. ഇതുപോലുള്ള കാര്യങ്ങളിൽ പോലും എന്തിന് സ്ത്രീകൾക്ക് എന്താ പണിയെടുത്ത് കാശുണ്ടാക്കാൻ അറിയത്തില്ലേ? തുല്യത വേണമെന്നാണല്ലോ പറയുന്നത്. തുല്യത കൊടുക്ക്. ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ, എന്തെങ്കിലും ഞാൻ ചോദിച്ചതിനകത്ത് തെറ്റുണ്ടോ? തുല്യത കൊടുക്ക്. ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം എന്താ ഒരു വ്യത്യാസം കാണിക്കുന്നത്? എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതുപോലെ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അപ്പം തന്നെ പുരുഷനെ പിടിച്ച് അകത്തോട്ട് അങ്ങോട്ട് ഇടുക. എന്തോ അത്? ഇതൊക്കെ മാറേണ്ട സമയമായി. ഇനി ബാക്ക് ടു റിനി ആൻഡ് ജോർജ്. കുറച്ച് ദിവസം മുമ്പ് ഇട്ടൊരു പോസ്റ്റാ. നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ, നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ. അങ്ങനെ ഒരുത്തനെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ റിനി. നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. വനവാസമല്ല, ഇനി പട്ടാഭിഷേകം. പത്മനാഭന്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. VD സതീശൻ സാറേ, രക്ഷപ്പെട്ടോ. 2 ദിവസം കഴിയുമ്പോൾ ഇനി ഇല്ലെങ്കിൽ വേറെ പീഡന പരാതിയും കൊണ്ടൊക്കെ ചിലപ്പോൾ വന്ന് ഹോട്ടൽ റൂമിൽ പറഞ്ഞു കളയും കൊച്ച്. അല്ല, പറയാൻ പറ്റത്തില്ല. ഒന്നിനെയും നമ്പാൻ പറ്റാത്ത ഒരു കാലമാണല്ലോ. മനസ്സിലായില്ലേ? അല്ല, അത് ജനങ്ങൾക്കും പ്രവർത്തകർക്കും അറിയാം. അതാണ് ചെന്നപ്പോഴത്തേക്ക് കൂവി ഓടിച്ചത്. വേണ്ട മോളെ, നീ പോകാൻ പറഞ്ഞ് വിട്ടത്. നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നറിയാം. എന്തൊക്കെ നാളെ പറഞ്ഞു വരത്തും പറയാൻ പറ്റില്ല. ഒരു തെളിവും ഇല്ലാതെ ചുമ്മാ അങ്ങ് പറഞ്ഞു കളയും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഞാനത് വെറുതെ സമയം പോക്കിന് കാണിക്കും. അല്ല, നമ്മളെല്ലാവരും കണ്ടതാ, അതുകൊണ്ട് പറഞ്ഞതാ. ഇതൊന്ന് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിയങ്കരനായ VD സതീശൻ സാറിനോട് തുല്യത അത് ആണിനും പെണ്ണിനും ഒരുപോലെയാക്കുക. ഇവിടുത്തെ നിയമത്തിലെ ഈ ആവശ്യമില്ലാത്ത കുറേ ഞങ്ങളെ കൊല്ലുന്ന കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്നെടുത്ത് മാറ്റാൻ ശ്രമിക്കുക. ഒരേപോലെയാക്കുക. ഇത്തിരി കൂടുതൽ കൊടുത്തോ. സ്ത്രീ വണങ്ങാം, വേണമെങ്കിൽ വണങ്ങാം. പക്ഷേ കയറിയിരുന്ന് വെട്ടുന്ന പരുവത്തിന് ഓരോന്ന് ഒപ്പിച്ച് കൊടുക്കരുത്. അല്ല, അത് ബാക്കിയുള്ള സ്ത്രീകൾക്കും വേറെ കുറേ നല്ലവരായ സ്ത്രീകൾക്ക് അത് പണിയായി മാറും. അതുകൊണ്ടാണ് പറഞ്ഞത്. അവരെ കൂടെ നാളെ അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്ത് അവരെ കൂടെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.